എന്തൊക്കെ കുട്ടികൾ പറയണല്ലേ? ഞാൻ വന്ന മഴയെന്നൊക്കെ ഇവര് പറയണത് എന്നാ കാണണല്ലോ. രാവിലെ തന്നെ ഇവരെ മുട്ട് തൂങ്ങി പോണത് അങ്ങാടിക്കാണ്. ഇനി ബസ് കയറി പോകണം ഓഫീസ്ക്ക്. കാരണം എന്റെ വണ്ടി ഓഫീസിന്റെ അവിടെ കിടക്കുന്നത്. ബസ്സിലാണെങ്കിൽ ഒന്നുമില്ലാത്ത തിരക്കും. ഞാൻ ആ കമ്പിമ തൂങ്ങി പിടിച്ച് അവിടെ സാർമാർക്ക് ഒരു കുട വാങ്ങി കൊടുത്താൽ എന്താ? ഇതിലും കിടിലും പരസ്യം ഇനി വേറെ കിട്ടാനില്ല. മഞ്ചേരി കച്ചേരിപ്പടി സ്റ്റാൻഡിലാണ് നമ്മുടെ ഓഫീസ്. പുതിയ ബോർഡൊക്കെ വെച്ചുകൊണ്ടോ ഓഫീസിലെത്തിയേക്ക് ഇവരുണ്ടാവും തന്നെ ഉള്ളൂ. ബാക്കി എല്ലാവരും ട്രിപ്പിലാണ്. ഞാനും എന്റെ വണ്ടി തുടങ്ങി. രാമക്കൽമേട്, വാഗമണ്, മൂന്നാർ, കൊടൈക്കനാൽ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പ് പാക്കേജുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ മൂട്ടിൽ പിടിച്ച പോലെ അങ്ങോട്ട് കൊണ്ട് നടക്കുന്ന എന്താ അറിയോ? മേഘാലയ, ലക്ഷദ്വീപ്, ഹൈദരാബാദ് അങ്ങനെ ഒരുപാട് ട്രിപ്പുകളുടെ എൻക്വയറി തലങ്ങും വിലങ്ങും വന്നിട്ട് അത് ഡീലാക്കുന്ന തിരക്കിലാട്ടോ ഇതിൽ രൂപ. പക്ഷെ എന്നാൽ ഞാനല്ലാതാവും. വണ്ടി എടുത്ത് നേരെ ഞങ്ങൾ ബർഗർ ലോഞ്ചിക്കട കിട്ടും. ഇന്നൊരു ബർഗർ ആയിക്കും. ഈ ഫോട്ടോ ഒക്കെ കണ്ടാൽ തന്നെ ഒരു ബർഗർ ആയിക്കാൻ തോന്നും. ഇതെന്താ ബർഗറിന്റെ ചരിത്രം ഇത്? ഇന്റെ നോട്ടം കണ്ടേ വേറെന്തോ ഓർഡർ ചെയ്യാൻ വിചാരിക്കും. ഷോ വെറും പട്ടി. ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ തിന്നാൻ KFC അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അപ്പൊ അടുത്ത് നമ്മുടെ 2 സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് വരുന്നത് ഒന്ന് പച്ച പുതച്ച മൂന്നാറിലേക്കും 2 കോടമഞ്ഞാൽ മൂടി കിടക്കുന്ന കൊടൈക്കനാലിലേക്കുമാണ്. 19-ാം തീയതി കൊടൈക്കനാലിലേക്കും 18-ാം തീയതി മൂന്നാറിലേക്കുമാണ് നമ്മുടെ ട്രിപ്പ് വരുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. കുറഞ്ഞ സ്ലോട്ടും കൂടിയാണ് അവൈലബിൾ ആയിട്ട്. വിഷുവിന്റെ മുമ്പ് തന്നെ അംജുൻ ആജി നമുക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം അതുകൊണ്ട് കിട്ടും. ഞങ്ങൾ എല്ലാവരും കൂടി നൈഷുവിനെ കാണാൻ വേണ്ടി ഓരോ വീട്ടിൽ പോകാണ്. ആൾക്കിപ്പോ നല്ല സുഖമാണ്. ഫോണും കളിച്ച് തലങ്ങും വിലങ്ങും ഫുള്ള് ചോക്ലേറ്റും ചാടിക്കടന്ന് എയറിലായ ആളാട്ടോ ഈ നിൽക്കണേ. മാനേജർമാരുടെ ഇരുന്ന് തള്ളാണ്. ഈ 2 പൊട്ടന്മാരെ കേട്ട് ഫുള്ള് വിശ്വസിച്ചു. അവിടുന്ന് ഇറങ്ങി 100-110 ഞാൻ പറക്കായിരുന്നു. 8 മണിക്കാണ് ഞാൻ കൊണ്ടോട്ടി നടക്കുന്നത്. 9 മണിയാകുമ്പോൾ കളി തുടങ്ങും. അവിടെ എത്തണം. 9 മണിയാകുമ്പോൾ നമ്മളെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടു. ഇവനക്ക് ഭയങ്കര കംപ്ലൈന്റ്. ഇവനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത്. ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും ഭ്രാന്ത് എത്രയും നിങ്ങൾ ആലോചിച്ചോക്കണം. ഗ്രൗണ്ടിൽ നിന്നിട്ടോ ISL IPL കാണാൻ വരും. കം ടു ദ പോയിന്റ്. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവര് ടിക്കറ്റ് സേഫ് ആക്കണാണ് ഈ കാണുന്നത്. അങ്ങനെ കളി തുടങ്ങി. അങ്ങോട്ട് കൂടി വാശിക്ക് സീര് കളിയായിരുന്നു. കേടാക്കട ടീമുകൾ. കളി കാണാൻ വരാത്തവർ തന്നെ മോട്ടറാക്കി വരച്ചിട്ടോ ഈ നമ്മളേക്കാൾ ആവേശം കളിയുടെ വിലയിരുത്തലാണ് ഈ കാക്കാർ. കളെ പണി പാളി, മഴ വരുന്നുണ്ട്. ഇന്നപ്പോ കമ്മിറ്റിക്കാരെല്ലാരും കൂടി ആട്ട് തല്ലും തോന്നുന്നു. മഴയത്തും കളിയുടെ ആവേശത്തിന് കുറവൊന്നുണ്ടായില്ല. പൊടി പാറാതിരിക്കാനുള്ള ഒരു മഴ പെയ്തോളൂ. പക്ഷെ കമ്മിറ്റിക്കാർ നല്ലൊരു അനൗൺസ് ചെയ്തു. നമ്മുടെ സ്പോൺസർമാരുടെ ഫ്ലെക്സുകൾ കേടുപാട് കൂടാതെ ഉപയോഗിച്ചോളി എന്നുള്ളത് കിട്ടും. അതൊരു നല്ല കാര്യം. മഴ ഒന്ന് ചാറിപ്പോയെങ്കിലും കളിയുടെ വാശി കുറക്കാൻ മഴക്ക് കഴിഞ്ഞില്ല കേട്ടോ. 2-0 കുപ്പൂത് കളി അയച്ചു. അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ ബൈ, സീ യു ടുമോറോ.